അദ്ദേഹം അന്ന് അതിനെ സൂചിപ്പിച്ചത്. നടപടി എടുത്തു കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൽ കാര്യമായ സംശയമുണ്ട്. സസ്പെൻഷനല്ല ഞങ്ങളുടെ ആവശ്യം, സർവീസിൽ നിന്ന് നീക്കം ചെയ്യലാണ്. അതെന്താണെങ്കിൽ സർക്കാർ ചെയ്യണം. അത് വരുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അത് കാരണം ഇത് ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഒരു DIG അദ്ദേഹത്തിന് ഇതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുന്ന അദ്ദേഹം അന്ന് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അത് തീർത്തും സംശയാസ്പദമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യത്തിൽ നടപടി എന്താണെന്നുള്ളത് വ്യക്തമാക്കണം. ഇതൊരു ശുപാർശ എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത. അതുകൊണ്ട് പിരിച്ചുവിടുന്നത് വരെ ആ കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല. കാക്കിയിട്ട് ഇനി അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അതോടൊപ്പം തന്നെ കാണാമറയത്തുള്ള ആ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷുഹൈർ, അവനാണ് അതിക്രൂരമായി ആ സൂരജിൻ്റെ കാലിൻ്റെ അടിയിൽ 45 തവണ അടിച്ചത്. അവനെ വിടുന്ന പ്രശ്നമില്ല. അവന്ന് കാണാമറയത്താണ്. അവൻ പഴയന്നൂർ VU ആയിട്ട് വർക്ക് ചെയ്യാണ്. അവനെതിരെ മാർച്ച് 8-ാം തീയതി പഞ്ചായത്തിലേക്ക് വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി കോൺഗ്രസ്സാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. മാത്രമല്ല, അവനെതിരെ ഭരണസമിതി പ്രമേയം പാസ്സാക്കി സർക്കാരിന് സമർപ്പിക്കും. അവനെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. അതുവരെ സമരം മുന്നോട്ട് പോകും. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് സംസാരിച്ചത്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർക്കെതിരെയും നടപടി വേണമെന്ന് സുജിത്തും ആവശ്യപ്പെട്ടു. അയാളെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവും നടത്തുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു.